ഒക്ടോബർ 7 ശേഷം നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ സിറിയ, ലബനോൻ എന്നിവിടങ്ങളിൽ നിന്നും ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി നടന്നിട്ടുള്ളത്. വടക്കൻ ഇസ്രായേലിലെ ലബനോൻ അതിർത്തിയിൽ നടന്ന ഹിസ്ബുള്ള ആക്രമണത്തിലും മറ്റ് ആക്രമണങ്ങളിലും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളി ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് സമീപമുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കേന്ദ്രത്തിലേക്ക് നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ IRGC മുതിർന്ന കമാൻഡർമാരായ മുഹമ്മദ് റസ സഹേദി, മുഹമ്മദ് ഹാദി ഹാജി റഹീമിയും ഖുദ്സ് സേനയിലെ 2 ജനറൽമാരും ഉൾപ്പെടെയുള്ള 7 പേരാണ് കൊല്ലപ്പെട്ടത്. മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ രഹസ്യ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന 3 കമാൻഡർമാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 8 ഇറാൻ സ്വദേശികളും 2 സിറിയൻ പൗരന്മാരും 1 ലെബനോൻ പൗരൻ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അവകാശപ്പെടുന്നു. ഇസ്രായേൽ ആക്രമണത്തിന് പകരം വീട്ടുമെന്ന് സിറിയയിലെ ഹിസ്ബുള്ള നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം ഇറാൻ എംബസി ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. തങ്ങൾ ആക്രമിച്ചത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഔട്ട് പോസ്റ്റ് ആണെന്നും ഇറാൻ എംബസി അല്ലെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി. ആക്രമണത്തിന് ശേഷം പ്രവർത്തിക്കുന്ന ഇറാൻ എംബസിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.